മിസ് പ്രസൻസ് മാജിക് അവനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കടുത്ത വേനൽ കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ വേനൽ മഴ എന്നാണ് പറയുന്നത്, കുറച്ച് മഴയൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ മഴ പെയ്ത് നമ്മൾ ഈ വേനൽക്കാലം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ വർഷകാലം വരും. അങ്ങനെ നല്ലൊരു മഴക്കാലത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഇതൊക്കെ ശരിയാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് മഴ വരുന്നുണ്ടെങ്കിലും നല്ല ചൂടുള്ള ദിവസങ്ങളും ഉണ്ട്. എന്തായാലും ഈ ഒരു വേനൽക്കാലം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് നൊങ്ക് കൊണ്ടുള്ള വിഭവങ്ങൾ നമ്മുടെ മാജിക് അവനിലൂടെ കാണിക്കാമെന്ന് വിചാരിക്കണം. നൊങ്ക് എന്ന് പറയുമ്പോൾ തമിഴ്നാട് സൈഡിലൊക്കെ വളരെ വളരെ പോപ്പുലറാണ്. വളരെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വഴിനീളെ ഇങ്ങനെ വിൽക്കാൻ കിട്ടുന്നൊരു കാര്യമാണ് നൊങ്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കേരളത്തിലെ പല ഭാഗങ്ങളും നൊങ്ക് സുലഭമായി കിട്ടുന്നുണ്ട്. അത് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന കടകളുണ്ട്. ശരീരത്തിന് നല്ല തണുപ്പ് കൊടുക്കാനും പിന്നെന്താ പറയുക, നല്ലൊരു കൂളിംഗ് ഇഫക്റ്റാണ് തരുന്നത്. വയറിനൊക്കെ നല്ല ഒരു എന്താ പറയുക, നല്ലതാണ് നമ്മൾ നൊങ്ക് കഴിക്കുന്നത്. വെരി ഹെൽത്തി ഫുഡാണ്. അപ്പോൾ നൊങ്ക് കൊണ്ട് പലതരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സർബത്തിൽ നിന്നും തുടങ്ങുന്നു, പിന്നെ ശർക്കര ചേർത്തൊരു കാര്യം ചെയ്യുന്നു, അങ്ങനെ പൈനാപ്പിൾ ചേർത്തിട്ടൊരു നൊങ്ക് ഉണ്ടാക്കുന്നു. അങ്ങനെ 2-3 ഓപ്ഷൻസ് ഞാനിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തുടങ്ങുന്നത് നമുക്ക് നൊങ്ക് സർബത്തിൽ നിന്ന് തന്നെ ആകാം. അപ്പോൾ അതിനുള്ള ചേരുവകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നൊങ്ക് സർബത്ത് ചേരുവകൾ: നൊങ്ക് 1 കപ്പ്, നറുനണ്ടി സിറപ്പ് 3 മുതൽ 4 ടേബിൾ സ്പൂൺ, കറുത്ത കസ്കസ് കുതിർത്തത് 3 ടേബിൾ സ്പൂൺ, തണുത്ത പാല് 1 കപ്പ്, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. അപ്പോൾ നൊങ്ക് സർബത്തിന് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് നറുനണ്ടി സിറപ്പാണ്. നറുനണ്ടി സിറപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങാൻ കിട്ടും നറുനണ്ടി സിറപ്പ്. ഇതൊരു പ്രധാന കാര്യമാണ് ഒരു സർബത്ത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഓരോ ഗ്ലാസ്സിൽ മാത്രം ചെയ്ത് കാണിക്കുവാണ്. ഇതിപ്പോൾ 1 ഗ്ലാസ് എടുക്കുക. അതിൻ്റെ ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ നറുനണ്ടി സിറപ്പ്, അത് മധുരവും കൂടിയാണ്, അതിനാവശ്യമുള്ള രീതിയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, 4 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് നൊങ്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ പൾപ്പി ആയിട്ടുള്ള ഭാഗം മാത്രം എടുക്കുക. അങ്ങനെ എടുത്തതാണ്. അത് ആവശ്യാനുസരണം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, നൊങ്കാണല്ലോ പ്രധാന താരം. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത കസ്കസ് കുതിർത്തത്, സബ്ജ സീഡ്സ് കുതിർത്തത് ചേർക്കുക. സബ്ജ സീഡ്സ് ഇല്ലാതെ എന്ത് സർബത്തല്ലേ? യെസ്, എനിക്കത് വലിയ ഇഷ്ടമാണ്. ഒരു 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് ഇനി കുറച്ച് ഐസ് ക്യൂബ്സ്, ധാരാളം ഐസ് ക്യൂബ്സ് കരുതി വയ്ക്കാം. ഇനി കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. നല്ല തണുത്ത പാലായിരിക്കണം, ചിൽഡ് മിൽക്ക്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ നൊങ്ക് സർബത്ത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം നമ്മുടെ ഈ നറുനണ്ടി സിറപ്പിൽ നിന്ന് കിട്ടും. മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ആഹാ. പിന്നെ നമ്മുടെ നൊങ്കിനൊരു മധുരം ഉണ്ടല്ലോ, ആ മധുരവും ഈ മധുരം എല്ലാം കൂടി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ? വാവ്, നൈസ്. അപ്പോൾ ആദ്യത്തെ കണ്ടല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ നൊങ്കിൻ്റെ മറ്റൊരു സർബത്ത്. ഇതൊരു പൈനാപ്പിൾ നൊങ്ക് സർബത്ത് ഉണ്ടാക്കിയാലോ? ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നൊങ്ക് പൈനാപ്പിൾ സർബത്ത്. പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ. ഇത് രണ്ടും കൂടി ചേർത്ത് അടുപ്പിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. നൊങ്ക് 1 കപ്പ്, കറുത്ത കസ്കസ് കുതിർത്തത് 2-3 ടേബിൾ സ്പൂൺ, നറുനണ്ടി സിറപ്പ് 2 ടേബിൾ സ്പൂൺ, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ നൊങ്ക് സർബത്ത്, അതിനാദ്യം ഒരു ചെറിയൊരു പ്രിലിമിനറി വർക്കുണ്ട്. അതായത് പൈനാപ്പിൾ, ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുന്നു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാം. എത്ര പൈനാപ്പിൾ എടുക്കുന്നു അത്രയും പൈനാപ്പിൾ എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിക്കുക. അതിപ്പോൾ ഞാൻ ഈ പൈനാപ്പിൾ പീസസ്, ഇതൊരു ചെറിയ പൈനാപ്പിളായിരുന്നു, അത് അത്രയും ഞാൻ എടുത്തു. ആവശ്യാനുസരണം നമുക്ക് നൊങ്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. 2-3 ആകാം, മധുരത്തിനനുസരിച്ചിട്ട്. പൈനാപ്പിൾ നല്ല മധുരമാണെങ്കിലും അതിനനുസരിച്ചിട്ട് ഷുഗർ. ഒന്ന് ചെറുതായി ഒന്ന് വാടിയാൽ മതി, ഒരുപാടൊന്നും വേഗമൊന്നും വേണ്ട, വാടി കിട്ടണം, അത്രേ ഉള്ളൂ.
നമ്മുടെ പൈനാപ്പിൾ പീസസ് എല്ലാം ഷുഗറിൽ കിടന്നിട്ട് ഷുഗറൊക്കെ മെൽറ്റായി ഒരു സിറപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു വാടിയ രീതിയിലേക്ക് ആയിട്ടുണ്ട്. അതായത് നമ്മൾ റോ ആയിട്ട്, അതായത് പച്ചയ്ക്കുള്ള നല്ല പഴുത്ത പൈനാപ്പിൾ, പച്ചയ്ക്കല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ വാട്ടാണ്ട് വേവിക്കാണ്ട് അല്ല അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. എങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതൊരു കയ്പ്പ് രസം വരും ഏത് കാര്യത്തിലാണെങ്കിലും. ഇതാകുമ്പോൾ അങ്ങനെ വരില്ല. അപ്പോൾ ഇത് കഴിഞ്ഞു വാട്ടിയെടുക്കുക എന്നുള്ളത്. അതിൻ്റെ നിറമൊന്നും മാറില്ല, അതങ്ങനെ വെന്ത് കുഴഞ്ഞ് അങ്ങനെയല്ല. സോ ദിസ് ഇസ് ദ പാകം. ഇങ്ങനെ ഇനി ഞാൻ പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഒരു ചെറിയ സിറപ്പായിട്ട് ആ ഷുഗറും ഉണ്ട്. പൈനാപ്പിളിൻ്റെ നല്ല മണം, നല്ല പൈനാപ്പിൾ ഫ്ലേവർ നമുക്കിപ്പോൾ വേണ്ടത് തന്നെയാണ്. ഇത് പൈനാപ്പിൾ നൊങ്ക് സർബത്താണ്. പൈനാപ്പിൾ ഫ്ലേവറോടുകൂടി ഇരിക്കണം. ഇതല്പം ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്കുണ്ടാക്കാം. ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. ഇനി അടുത്തൊരു നൊങ്കുണ്ട്, അത് നമുക്കൊരു വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്യാം. ഇനി നമ്മുടെ ശർക്കര നൊങ്ക് സർബത്ത്. നൊങ്ക് 1 കപ്പ്, ശർക്കര പൊടിച്ചത് ഏകദേശം ഒരു 1/2 കപ്പോളം എടുക്കുക. കുറച്ച് വെള്ളം, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അലിയിച്ചെടുക്കുക അടുപ്പിൽ വെച്ചിട്ട്. അതാണ് നമ്മുടെ ശർക്കര വെള്ളം. ഇനി വേണ്ടത് തേങ്ങാപ്പാൽ. 3-ാം പാലിൻ്റെ അളവിലുള്ള തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പ് എടുത്ത് വയ്ക്കുക. കറുത്ത കസ്കസ് കുതിർത്തത് 2-3 ടേബിൾ സ്പൂൺ. ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. ശർക്കര എന്ന് പറയുമ്പോൾ നമ്മുടെ ജാഗറിയുടെ കഷ്ണമാകാം, അല്ലെങ്കിൽ പൊടിച്ചതാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ പൊടിയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതൊന്ന് ഉരുക്കണം. അതിനോടൊപ്പം കുറച്ച് വെള്ളം, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുക. 2-2.5 ടേബിൾ സ്പൂൺ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ തന്നെ അത് ഉരുകി റെഡിയാകും. ശർക്കര വെള്ളം, പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ കട്ടിക്കല്ല കേട്ടോ, ഒരു 3-ാം പാലിൻ്റെ അളവിലായാലും മതി, കുഴപ്പമില്ല. കുറച്ച് ലൂസായിട്ട് അതും ആവശ്യം. ഞാനിപ്പോൾ ഉണ്ടാക്കണതെല്ലാം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ആവശ്യാനുസരണം ഉണ്ടാക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാം ഒന്നിച്ചുണ്ടാക്കണം എന്നില്ല. നമ്മൾ മാറി മാറി ഓരോ ദിവസം ഓരോ ടൈപ്പായിരിക്കും പരീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നു. ആവശ്യാനുസരണം ഞാനിവിടെ ഉപയോഗിക്കും. അപ്പോൾ ശർക്കര പാനി ഈസ് റെഡി. തിളച്ച് കഴിഞ്ഞു, തീ ഓഫ് ചെയ്യാം. ഒരല്പം ഒന്ന് തണുക്കട്ടെ, അത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കണം. ഈ തേങ്ങാപ്പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി പൈനാപ്പിൾ തണുക്കാൻ വെച്ചിരിക്കുവാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പൈനാപ്പിൾ നൊങ്ക് സർബത്തിലേക്ക് കിടക്കാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പൈനാപ്പിൾ നൊങ്ക് സർബത്ത്, അതിന് ആദ്യം തന്നെ കുറച്ച് നറുനീണ്ടി സർബത്തിൻ്റെ സിറപ്പ് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതി, കുറച്ച് കുറയ്ക്കാം. കാര്യം പൈനാപ്പിളിൽ കുറച്ച് മധുരമുണ്ട്. ഇനി ഇതിൻ്റെ മേലെ പൈനാപ്പിൾ വിത്ത് സിറപ്പ്, കുറച്ച് സിറപ്പും കൂടി ചേർന്നാണ് വരുന്നത്. അതും ആവശ്യാനുസരണം. ഇതിൻ്റെ മേളിലായിട്ട് നൊങ്കിൻ്റെ പീസസ്, അതതിൻ്റെ ചാറോടുകൂടി അത് കുറച്ചിങ്ങനെ അടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ അതിൻ്റെ ഒരു കുറച്ച് ഇതൊക്കെ ഉണ്ടാവും അതിനകത്ത്, പീസസും. ഇനി ഇതിലേക്ക് കറുത്ത കസ്കസ് അഥവാ ബേസിൽ സീഡ്സ് കുതിർത്തത്. ഇതിൻ്റെ മുകളിലായിട്ട് ഐസ് ക്യൂബ്സ്, ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. യെസ്, അങ്ങനെ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് ഇസ് റെഡി. ഇത് കഴിക്കുമ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ പൈനാപ്പിളും നറുനീണ്ടിയുടെ സർബത്തും നമ്മുടെ നൊങ്കും കറുത്ത കസ്കസും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം റെഡി. അപ്പോൾ ഇനി ഇതിൽ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു 3-4 എണ്ണം ഇതുപോലെ ഉണ്ടാക്കാനുള്ളതുണ്ട്. 4-5 ഉണ്ടാക്കാം, നമ്മൾ എത്ര പൈനാപ്പിൾ എടുത്തോ അതനുസരിച്ചിട്ട്. അങ്ങനെ രണ്ടാമത്തെ നൊങ്ക് സർബത്തും റെഡി. നല്ല ചിൽഡായിട്ട് തന്നെ കുടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ നൊങ്ക് സർബത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി 3-ാമത്തെ സർബത്ത്, ഇത് ശർക്കര നൊങ്ക് സർബത്ത്. അപ്പോൾ ശർക്കര വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു എന്താ പറയുക, ഒരു കോക്കനട്ടിൻ്റെ എലിമെൻ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. അതിനാണ് ഞാൻ തേങ്ങാപ്പാലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ആദ്യമേ തന്നെ നൊങ്കെടുക്കാം. നൊങ്കിൻ്റെ പീസസ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളോടുകൂടി ഇടുന്നു.
ഓക്കെ, നമുക്ക് പ്രധാന താരമായതുകൊണ്ട് ഒരു കുറവും വരുത്തണ്ട. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാകാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലാതെ ഇങ്ങനെയും ചെയ്യാം. തേങ്ങാപ്പാലും ശർക്കര വെള്ളവും കൂടി ഒഴിക്കും. മധുരത്തിന് ആവശ്യമുള്ളതാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ഇച്ചിരി കൂടെ, ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്, കട്ടിയല്ല വേണ്ട. ഒരല്പം നിറഞ്ഞ സിറപ്പിൻ്റെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവർ കുറച്ചൊന്ന് കിട്ടും. ഇനി നമ്മുടെ കറുത്ത കസ്കസ്, അത് ആവശ്യാനുസരണം. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് കൊണ്ട് നിറയ്ക്കാം. ഇനി നമ്മുടെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ധാരാളം. ഓക്കെ, അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ശർക്കര വെള്ളം ഒഴിക്കുന്നത്. അതും കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ കട്ടി വേണ്ട, 3 പാലിൻ്റെ അയവിലുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര സ്വാദായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നറുനണ്ടി സിറപ്പ് ചേർത്തു, ഇനി അതിന് പകരം വേണമെങ്കിൽ ഏലക്ക ഒന്ന് ചതച്ചിട്ടാലും വേറൊരു ഫ്ലേവർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്. ഇതിപ്പോൾ എന്തായാലും നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കുക, കുടിക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു രീതി. വാ, ഇപ്പം നമ്മൾ 3 പ്രധാനപ്പെട്ട സർബത്തുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. ബ്യൂട്ടിഫുൾ നുങ്ക് സർബത്ത്, പ്ലെയിൻ നുങ്ക് പാൽ സർബത്ത് എന്ന് പറയാം. ഇത് പൈനാപ്പിൾ നുങ്ക് സർബത്ത്, ആൻഡ് ദിസ് ഈസ് നുങ്ക് ശർക്കര സർബത്ത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നുങ്ക് ശർക്കര കോക്കനട്ട് സർബത്ത് എന്നും പറയാം, കാര്യം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. ഇത് കുടിക്കുന്ന ഞാനൊന്നും ഇങ്ങനെ ഇളക്കിയില്ല കേട്ടോ, ഇളക്കുന്നത് കുടിക്കുമ്പോൾ മാത്രം. അപ്പോൾ ഈ കാണാൻ നല്ല ഭംഗിയല്ലേ? വെരി ബ്യൂട്ടിഫുൾ. ഇനി നമ്മുടെ 4ാമത്തെ സർബത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഇത് വളരെ സ്പെഷ്യലാണ്, കുറച്ചുകൂടെ കളർഫുള്ളാണ്. അതായത് ഒരു ഫ്ലവർ സർബത്താണ്. എന്താ പറയട്ടെ, ഒരു ബ്ലൂ ഫ്ലവർ, ദാറ്റ് ഇസ് ബ്ലൂ പീ ആണ്, നമ്മുടെ ശംഖുപുഷ്പം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ നുങ്ക് സർബത്ത്. അതിനായിട്ട് ഇത് ഉണങ്ങിയ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളാണ്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി ഒരു ബ്ലൂ കളറായിട്ട് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോണത്. ഫ്ലവർ നുങ്ക് സർബത്ത്. ഫ്ലവർ നുങ്ക് എന്ന് പറയുമ്പോൾ ഇത് ശംഖുപുഷ്പത്തിലാണ് തയ്യാറാക്കുന്നത്. നുങ്ക് 1 കപ്പ്, ഉണങ്ങിയ ശംഖുപുഷ്പം 6-7 എണ്ണം 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബ്ലൂ കളറിലെ സിറപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാരങ്ങാ നീര് 1.5 ടേബിൾ സ്പൂൺ, നറുനീണ്ടി സിറപ്പ് 3 ടേബിൾ സ്പൂൺ, ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം, കറുത്ത കഷ്കശ് കുതിർത്തത് 2-3 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് നമുക്ക് നുങ്കിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ശംഖുപുഷ്പം, അതിൻ്റെ സിറപ്പ്, അപ്പോൾ അതൊരു ബ്ലൂ കളർ. കുറച്ച് കസ്കസ് ആവശ്യാനുസരണം. ഇനി ഈ ബ്ലൂ കളർ മാറിയിട്ട് വേറൊരു കളറാകും, അതായത് കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിക്കുന്നു. അപ്പോൾ അതൊരു വയലറ്റ് കളറായിട്ട് മാറും. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നറുനീണ്ടി സിറപ്പും കൂടി ഒഴിക്കാം. ഞാനിപ്പോൾ ഡബിൾ കളറായിക്കൊണ്ടിരിക്കുന്നു, ബ്ലൂ ആൻഡ് പേർപ്പിൾ. നാരങ്ങ നീര് എത്തുന്ന സ്ഥലത്തെല്ലാം പേർപ്പിൾ കളറിലേക്ക് മാറും. ഇനി ഇതിലേക്ക് നമ്മൾ നറുനീണ്ടി സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ സിറപ്പ് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കളർ കോംബോ.
അതിമനോഹരമായിരിക്കുന്നില്ലേ, എനിക്ക് വളരെ ഇഷ്ടമായി. ഇനി ഐസ് ക്യൂബ് ഇട്ടു. ഓക്കെ, മതി. യെസ്, ഇതാണ് നമ്മുടെ ഫ്ലവർ നൊങ്ക് സർബത്ത്, നമ്മുടെ ശംഖുപുഷ്പം കൊണ്ടുള്ള നൊങ്ക് സർബത്ത്. എന്ത് ഭംഗിയുണ്ട് അല്ലേ, നൈസ്. ഇറ്റ്സ് വെരി ഹെൽത്തി ഓൾസോ. കുടിക്കുന്ന സമയം നന്നായിട്ട് ഇളക്കി കുടിക്കുക, അപ്പോൾ മധുരമൊക്കെ എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ആകും. അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ചൂടുകാലം കഴിയുന്നതിന് മുന്നേ തന്നെ, വേനൽക്കാലം അവസാനിക്കുന്നതിന് മുന്നേ ഈ സർബത്തുകളെല്ലാം ഉണ്ടാക്കി നോക്കുക. നമ്മുടെ നൊങ്ക് സർബത്ത് ഇൻ ഡിഫറെൻറ്റ് വെറൈറ്റി ഫ്ലേവേഴ്സ്. എളുപ്പമാണ്, കാണാനുള്ള ഭംഗി അതിമനോഹരമാണ്. കഴിക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുക. ഞാൻ ആ ഭംഗി കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയർ ചെയ്യാത്തത്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റെയർ ചെയ്തിട്ട് കുടിക്കാം. അപ്പം മധുരം ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയ ശംഖുപുഷ്പമാണെങ്കിലും വേണമെങ്കിൽ പുതിന ലീവ്സും കൂടി വേണമെങ്കിലും അതിനകത്തേക്ക് ചേർക്കാം, വേറൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്തായാലും രസകരമാണ് ഈ നൊങ്ക് സർബത്ത് മേക്കിംഗ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 4 വെറൈറ്റീസ് ഓഫ് നൊങ്ക് സർബത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കവനിലൂടെ കാണാം.